ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ 2 കിലോ വരുന്നൊരു കേക്ക് വേണം. ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഓർഡർ കൺഫേം ചെയ്തിരുന്നതാണ്. ഓർഡർ കൊടുക്കേണ്ട ദിവസം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കേക്കിന് ഓർഡർ തന്നിരിക്കുന്നത് നെടുങ്കണ്ടത്ത് നിന്നും സൂസൻ ചേച്ചിയാണ്. ആളെൻ്റെ സ്ഥിരം കസ്റ്റമറും ഈ ബേക്കിംഗ് ഫീൽഡിൽ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടിയാണ്. പുതിയ പുതിയ മോഡലുകളൊക്കെ എനിക്ക് ഇട്ട് തന്ന് ഇത് ചെയ്യണം, നിനക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് തന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. അതുപോലെ തന്നെ ഒരു 10-15 കേക്കെങ്കിലും ഒരു വർഷം വാങ്ങിക്കുന്ന ആളുമാണ്. ചേച്ചിയെ വിളിച്ച് അന്നേ ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എങ്കിൽ എനിക്ക് കേക്ക് ചെയ്ത് തന്നിട്ട് പൊയ്ക്കോളാനാണ്. കേക്ക് കട്ട് ചെയ്യേണ്ട ദിവസം ഞായറാഴ്ചയാണ്, ഞാൻ പോകുന്നത് വെള്ളിയാഴ്ചയും. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ തീർത്തും നൈസായിട്ടേ ക്രീം കൊടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. എന്നാൽ എനിക്ക് 2 ദിവസം മുമ്പ് ഈ കേക്ക് കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ക്രീം ഞാൻ കട്ടിക്ക് വെക്കും, അല്ലെങ്കിൽ കേക്കിന് കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് കളറ് മുകളിലേക്ക് പടരുമെന്ന്. അപ്പോൾ സമ്മതിച്ചു കേട്ടോ. അങ്ങനെ വേണ്ട 2 ദിവസം മുമ്പ് തന്നെ ഞാൻ കേക്ക് കൊടുത്തിട്ടാണ് പോയത്. ഇതും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. ചേച്ചി എനിക്ക് ഇട്ട് തന്നൊരു ഫോട്ടോ കൂടി ഞാനിവിടെ കൊടുക്കാം. ആ ഫോട്ടോയിൽ കാണുന്ന കളറ് കൊടുക്കരുത്, ലൈറ്റ് ആയിട്ടുള്ളൊരു കളറേ കൊടുക്കാവുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്താണേലും 2 ദിവസം കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തൊരു വീഡിയോ എനിക്ക് ഇട്ട് തന്നിരുന്നു. കേക്കിന് കളറൊന്നും പടർന്നില്ല. കേക്ക് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.